ഞങ്ങള് എറണാകുളത്ത് ടിക്കറ്റ് എടുക്കാതെ എത്തി. മെട്രോയിൽ തന്നെ ടിക്കറ്റ് എടുക്കണം. മെട്രോ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മെട്രോ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് നേരെ ഞങ്ങൾ കടവന്തറയിൽ പോകും. എന്ത് തോന്നുന്നു അതെന്താ എനിക്കൊന്നും തോന്നാത്ത ഞങ്ങളുടെ ഒന്ന് അടുത്ത സ്റ്റോപ്പാണ് കടവന്തറ. ഞങ്ങൾ എടുത്തില്ല, പെട്ടെന്ന് തന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. നമ്മൾക്ക് എവിടെ ആപ്പിളിന്റെ ഷോറൂം തപ്പി ഇനി ഞങ്ങൾ പോകണം. അവിടെ സർവീസ് സെന്ററിലോട്ട് പോകുക. എന്തായാലും ഞങ്ങൾ ഇറങ്ങി. പക്ഷെ പെട്ടെന്ന് എത്തി. ഒറ്റ സ്റ്റോപ്പേ ഉള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു കുറേ കാണത്തില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ കുറേ ഉണ്ടായിരുന്നു, അല്ലെ കുറച്ചേ ഉള്ളായിരുന്നു, കുറേ ഇല്ലായിരുന്നു. എറണാകുളം ഒരു വലിയ സിറ്റിയാണ് ആലപ്പുഴ സംബന്ധിച്ചിടത്തോളം. എറണാകുളം ഒരു വലിയ സിറ്റിയാണ്. നമ്മൾ ഇവിടെ വണ്ടി ഞങ്ങളാണെങ്കിൽ ബൈക്കും എടുത്തില്ല, പയ്യൻ കാറും എടുത്തില്ല. സോ ഇന്ന് ട്രെയിനിൽ വന്ന കാരണം ഞങ്ങൾ പെടുക. നടക്കുന്നതിനൊക്കെ ഓട്ടോക്കൂലിയൊക്കെ കൊടുത്ത് പോണ പോസ്റ്റാണ്. കാരണം ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറേ സ്ഥലത്തോട്ട് പോകണം. സോ ഓട്ടോക്കൂലിയൊന്നും കൊടുത്തില്ല. അല്ലാതെ ഒന്നെയാ എന്തുമല്ലേ ഭയങ്കര മുടിഞ്ഞ വെയിൽ. ഞാൻ അവിടെ എത്തിക്കാനൊരു ആപ്പിൾസ് ആകത്തുള്ളൂ. നോക്കാം. ഞങ്ങളെ അവിടുന്ന് ആപ്പിളിൻ്റെ നിന്ന് റെഡിയാക്കിയിട്ടില്ല. കേബിൾ അവർക്ക് അയച്ചു 4 ദിവസം പിടിക്കും. ഈ മണ്ടൻ ആ കേബിൾ പിടിച്ച് വളച്ച് തിരിച്ച് ഒടിച്ച് വെച്ചിരുന്നു. എന്നിട്ടത് പിന്നെ എങ്ങനെ കംപ്ലൈന്റ് ആവാറില്ല. ഞാൻ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യരുത്. പക്ഷേ ആദ്യത്തെ ശരിക്കും നിയമം വേണ്ട. ഇമെയിൽ ഐ ഡി ചോദിച്ചപ്പോൾ തപ്പുന്നു. ഏതെങ്കിലും ഇമെയിൽ ഐ ഡി പറയാൻ പറഞ്ഞപ്പോൾ അവൻ പേഴ്സണൽ ഇമെയിൽ ഐ ഡി കൊടുക്കണം. സ്വന്തം ഇമെയിൽ ഐ ഡി അറിയാത്തവനാണിത്. പാസ്വേഡ് പറഞ്ഞവന്മാരെ നമ്മൾ കാണും, പക്ഷെ ഇമെയിൽ ഐ ഡി പറഞ്ഞ ഒരുത്തനാണ് അച്ചൂട്ടി. ഇമെയിൽ പേഴ്സണലേ കൊടുക്കാൻ പറ്റും. ഇനിയാണ് മെയിൻ പരിപാടി. ഇനി നമ്മൾ അറേബ്യൻ പാലസിൽ പോയി നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ അവിടുത്തെ സ്പെഷ്യൽ മന്തി ട്രൈ ചെയ്യാൻ പോവുക. അവൻ്റെ അടുത്ത് ഭയങ്കര ഹൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഹൈപ്പ്. സോ ഇന്നത് കഴിക്കും, അവനെ വിളിക്കും കഴിച്ചോടനെ. ഓക്കെ. എടപ്പള്ളി എത്താൻ വെറും പാലാരിവട്ടം ചങ്ങമ്പുഴ എടപ്പള്ളി. കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുക. ഇവിടെ നല്ല തിരക്കുണ്ട്, മെട്രോയിലൂടെ. ഫൈനലി മന്തി കഴിക്കാൻ വന്നു. മന്തി കഴിക്കാൻ വന്നപ്പോൾ തിരക്ക് പറഞ്ഞാൽ ഇടിഞ്ഞ തിരക്ക് അല്ലേ. ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് സീറ്റില്ല. ഞാൻ തിരക്കാണ് ശരി, ക്രൗഡ് കാണിച്ചിട്ടുണ്ട്. കണ്ടാണ്ടത് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ അവിടെ നിന്ന് ഫുള്ളുണ്ടാവും. ഫുള്ള് തിരക്കാണ്, ഫുള്ള്. എപ്പം കഴിക്കാൻ പറ്റുമോ എന്തോ പേരെഴുതിയിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിയണം. നോക്കണം ഇനി എന്താ. 1 മണിക്കൂറിന് ശേഷം ഫൈനലി സീറ്റ് കിട്ടി. ഒന്നും പറയാനില്ല. എത്രയാണെന്ന് അറിയാമോ അവിടെ? ഭയങ്കര പോസ്റ്റ്. ഒരു രക്ഷയില്ല. ഫുഡ് നല്ലതാണെന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. ഗായ്സ് അടിപൊളി മന്തിയായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സോ ഞങ്ങൾ തിരിച്ച് മെട്രോയ്ക്ക് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ ആണ്. മന്തി രക്ഷയില്ല. അവിടുത്തെ പീസ് ഇത് നമ്മുടെ സ്പൈസി മന്തി. അത് നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയോ. അടിപൊളിയാണ്. വലിയ സ്പൈസി മന്തി പേരേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ആ ടെക്സ്ചർ കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പീസ് ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വീഴുന്നു. പീസ് അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു. മുളക് ഒരു ചട്നി പോലത്തെ സാധനം ഉണ്ടായിരുന്നല്ലേ, പുളിയുടെയും മുളകിന്റെയും കൂടെ. അതും ചോറും കൂടെ കൂട്ടിയാണ് നമ്മുടെ പയ്യൻ ഫുള്ള് കഴിച്ചതും ഓണാക്കിയത് വരില്ല. സോ അതുകൊണ്ടൊരു ബാഡും കാര്യങ്ങളും മനസ്സിലായോ ഗൈസ്. പെട്ടെന്നൊരു ഗേൾസ് വന്നപ്പോൾ നമ്മുടെ പയ്യൻ പലറി ഞാനും വീണ്ടും മഴ തെറ്റി തോന്നുന്നു ഗൈസ്. ഗൈസ് ഞങ്ങൾ എറണാകുളത്ത് ഇത് കൊടുത്ത് മന്തി കഴിച്ച് നേരെ ഞങ്ങൾ തിരിച്ചു ആലപ്പുഴയിലോട്ട്. അതിരിക്കുന്നു. ഇപ്പം ട്രെയിനിലാണ്. സീറ്റ് കിട്ടാത്തതാണ് ഞങ്ങൾ വാതിലിൻ്റെ അവിടെ ഇരിക്കുന്നു. നല്ല ചുറ്റി. എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ജേഡിയെ കുറിച്ച്? ഭയങ്കര തലവേദന അല്ലാതെ ജേഡിയെ കുറിച്ച് പറയണം. എന്താണ് അങ്ങോട്ട് പോയപ്പോഴും ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോഴും കള്ളനാണ് കഴിച്ചത്. ഇവനെ പറഞ്ഞെടുക്കണ്ട. ഫൈനലി ഇത് ഞങ്ങള് ആലപ്പുഴ എത്തിയപ്പോൾ നാസ് വിളിച്ചിട്ട് പറഞ്ഞ സ്കൂട്ടർ ഉണ്ട്, അത് എടുത്ത് ഇങ്ങോട്ട് വരാൻ. ഞങ്ങൾക്ക് സ്കൂട്ടർ കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ദിസ് ഈസ് റിയാൻ ആൻഡ് സീ യു സൂൺ.